ഹായ്, ഞാൻ ദീപ. നമ്മുടെ കുഞ്ഞിലത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്കിയാലേ, നമ്മുടെ കുട്ടിക്കാലത്തെ ലൈഫും നമ്മുടെ ഇപ്പോഴത്തെ ലൈഫും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കുറച്ചധികം കളർഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലവും നമ്മുടെ മക്കളുടെ കുട്ടിക്കാലവും തമ്മിൽ നോക്കുകയാണെങ്കിൽ അതും കുറച്ചധികം കളർഫുൾ തന്നെയാണ് അല്ലേ. പക്ഷേ നമുക്ക് അന്നത്തെ ഒരു സന്തോഷം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ മിക്ക ആൾക്കാരുടെയും വീടൊക്കെ ഇപ്പോഴത്തെ വീട് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള വീടുകളായിരുന്നു. അതുപോലെ നമുക്ക് എല്ലാ സാധനങ്ങളൊന്നും ഇല്ല. അതായത് ഇപ്പോൾ പറയുന്ന പോലെ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും ഉള്ള വീടുകളും ആയിരുന്നില്ല. ഇപ്പോഴും ചിലപ്പോൾ അതൊന്നും ഇല്ലാത്ത വീടുകളും ഉണ്ട്. അങ്ങനെയല്ല പറയുന്നത്, എങ്കിൽ പോലും നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള ഓപ്ഷൻ പോലും ഇല്ലാത്തൊരു സമയം, അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മളന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ബെയർ മിനിമം സാധനങ്ങൾ വെച്ചാണ് നമ്മൾ അന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്നുണ്ടായിരുന്നൊരു സന്തോഷം നമുക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല സമാധാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണല്ലേ. കാരണം വളരെ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ കാര്യം പറയുവാണെങ്കിൽ, എനിക്ക് 10ൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്നത് ഒരു യൂണിഫോം ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് അത് കഴുകി വൈകിട്ടൊരു 4-4:30 ആകുമ്പോൾ വീട്ടിലെത്തി കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഈ തുണി കഴുകി ഇടുകയാണ്. അത് പോളിസ്റ്ററാണ്, അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങും. അത് ഉണങ്ങിയിട്ട് വേണം പിറ്റേന്ന് നമുക്കത് തേച്ചിട്ടുകൊണ്ട് പോകാനായിട്ട്. പിന്നെ ഉടുപ്പാണെങ്കിൽ എനിക്കൊന്ന് 10th കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആകെപ്പാടെ 5 ഡ്രസ്സ്, അത് ഞാൻ ഇതിന് മുന്നേ ഒത്തിരി വ്ളോഗുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, 5 ഡ്രസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 5 ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ഇന്ന ഡ്രസ്സ് ഇടും, ഇന്നത് ചെയ്യും, അല്ലെ ഇന്ന സ്റ്റൈലിൽ ഇട്ടിട്ട് പോകും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സിനെയാണ് നോക്കുന്നത്, ഇത് സംഭവം സൂപ്പറായിട്ടുണ്ട്, ഇങ്ങനെയാണ്, കൊള്ളാം എന്ന്. അതായത് നമുക്ക് നമ്മുടെ പരിമിതികളെല്ലാം അറിയാം, അതിൽ തന്നെ നമ്മൾ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് ഈ തയ്യലിലോട്ടുള്ള ഒരു ക്രേസ് കയറിയത് തന്നെ ഞാൻ കോളേജിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ എനിക്ക് ആകെ 5 ഡ്രസ്സേ ഉള്ളൂ എന്നുള്ളൊരു, അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് 30 ദിവസം ഇട്ടിട്ടും തീരാത്ത ഡ്രസ്സ് അയാളുടെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പം അത് നോക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അല്ലാതെ എൻ്റെ അലമാരിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് 5 ഡ്രസ്സുണ്ട്, എല്ലാം നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വേറൊരാളുടെ പ്ലേറ്റിലോട്ട് അല്ലെങ്കിൽ വേറൊരാളുടെ കബോർഡിലോട്ട് നോക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സങ്കടം വരുന്നത്. ആ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്തെടുത്താണ് എനിക്ക് സന്തോഷം ഇല്ലാണ്ടായത്. അപ്പോൾ ഞാൻ ഈ തയ്യലൊക്കെ പഠിക്കാൻ തുടങ്ങിയത് തന്നെ എനിക്ക് ഒത്തിരി ഡ്രസ്സ് ഇടണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടാണ്. ഞാൻ സ്വന്തമായിട്ട്, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ കാരണം നമ്മൾ തുണിയെടുത്ത് തയ്ക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ റെഡിമെയ്ഡ് മേടിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ തയ്യൽ പഠിക്കുന്നതും തന്നെ തയ്ച്ചിടുന്നതും. എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രി സമയത്തൊക്കെ ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ തയ്ച്ചിടാനാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒരു കാലം. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് തയ്ച്ചിടാൻ പറ്റും. റെഡിമെയ്ഡ് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം, അല്ലാണ്ടേ മേടിക്കാം. പക്ഷെ എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലർക്കും ആ ഒരു തൃപ്തി കുറവാണ്. കാരണം നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, അല്ലെങ്കിൽ നമുക്ക് ചോയ്സ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒത്തിരി ചോയ്സസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇട്ടോട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പം നാളെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ 3-4 ഇരിപ്പുണ്ട്. ഈ 4 നിന്ന് ഏത് നല്ലത് എന്നുള്ളത്, ആ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിപ്പിക്കും. അപ്പം നമുക്ക് കംപ്ലീറ്റ്ലി ആ ഒരു സന്തോഷം ഇല്ലാണ്ട് പോകും. അപ്പം ഇപ്പം ഈ ഷോപ്പിംഗ് മാളൊക്കെ വന്ന സമയത്താണെങ്കിലും ഈ ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ നമുക്ക് ആ സന്തോഷം ഇല്ലായ്മ. പണ്ടൊക്കെ പ്രൊവിഷൻ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് പേസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിബാക്കി, ഒരു കോൾഗേറ്റും അല്ലെങ്കിൽ ഒരു ക്ലോസപ്പ് 3 ഉള്ളൂ. ഇതിനകത്തുനിന്ന് ഇപ്പോൾ നമുക്കൊരു ചോയ്സ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്ലേവർ തീർന്നു. ഇപ്പോൾ ഏലക്ക ഇട്ടത്, ഉപ്പുള്ളത്, പഞ്ചസാര ഉള്ളതെന്ന് പറഞ്ഞ് പേസ്റ്റ് തന്നെ ഒത്തിരി സാധനങ്ങളുണ്ട്. അതുപോലെ ഇപ്പം നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോയാലും, ഇപ്പം നമ്മളൊരു ചട്ടി എടുക്കാൻ പോയാലും, അടുക്കളയിലേക്ക് ഒരു ചട്ടി എടുക്കാൻ പോയാൽ നോൺ സ്റ്റിക്ക് ഉണ്ട്, മറ്റേ വേറെ കോട്ടിംഗ് ഉണ്ട്, അടിയിൽ ഇൻഡക്ഷൻ ബേസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങളായിരിക്കും. അപ്പം നമ്മൾ തന്നെ ഒരു സാധനം, ഇപ്പം ഷോപ്പിംഗ് മാളിലൊക്കെ പോയാൽ നമുക്കൊരു സന്തോഷം എന്നൊക്കെ പറയും. പക്ഷേ കാര്യമായിട്ടൊരു സാധനം എടുക്കാനായിട്ട് പോവാണെങ്കിൽ ഒരെണ്ണം എടുക്കാൻ പറ്റത്തുള്ളല്ലോ. അപ്പോൾ ഒന്നിക്കൂടുതൽ എടുക്കുന്നവരുണ്ട്. എങ്കിൽ പോലും നമ്മളിങ്ങനെ നിന്നങ്ങ് ഒരു സാധനം വാങ്ങിക്കാനാണെങ്കിൽ ഇത്രയധികം ചിന്തിച്ച് നമ്മൾ തല പുണ്ണാക്കി നമ്മളങ്ങ് കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകുന്ന, ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നൊരവസ്ഥ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പം ഷോപ്പിംഗ് മാളിൽ മാത്രമല്ല, നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് തന്നെ ആമസോണിൽ കിട്ടാത്ത സാധനം ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്ന സാധനം, അല്ലെങ്കിൽ ഇവിടെ വില കുറവ് അവിടെ വില കൂടുതൽ, ഇവിടുത്തെ കുറച്ചും കൂടെ നല്ല സാധനം, പിന്നെ ഒരു സാധനത്തിന് തന്നെ പല ബ്രാൻഡുകൾ, അങ്ങനെ ഒത്തിരി ചോയ്സസ് വന്നു കഴിഞ്ഞപ്പം നമുക്ക് എടുക്കുന്നതിലൊരു
ഈ പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന് പറയുന്ന സംഭവം ആലോചിച്ചാൽ തന്നെ മതി. അതായത് കുറച്ച് സാധനത്തിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു തൃപ്തി, നമുക്ക് ഈ ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു തൃപ്തിയില്ല, ഒരു സന്തോഷമില്ല, നമ്മൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല, നമുക്ക് അതിനോടൊരു നന്ദിയില്ല. പണ്ടൊക്കെ അയൽപ്പക്കത്തൊരു വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് വേണം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ വാശി പിടിച്ചതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലില്ല. പക്ഷേ ഇന്നിപ്പോൾ അയൽപ്പക്കാരെ അധികം കാണാറില്ല. എങ്കിൽ പോലും ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ, എൻ്റെ പിള്ളേരൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവർക്ക് ആ കമ്പാരിസനും ഉണ്ട്, അതുപോലെ എത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ വീട്ടിൽ വന്ന് പ്രഷർ ഉണ്ടാക്കുകയും ചെയ്യും, ഇല്ലേ? ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് അത്ര ഷോ ഓഫ് ആണ് ഇപ്പോൾ കുട്ടികളുടെ ഇടയിലും. അവരും കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റും നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റും ഒക്കെ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ, എവിടെയെങ്കിലും ഒരു യാത്ര പോവാന്നെങ്കിൽ ഉള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇടുമ്പോൾ നമ്മളുടെ ലൈഫ് നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ചോയ്സസ് കൂടുകയാണ്. നമ്മുടെ മക്കളുടെ കേസ് ആണെങ്കിൽ ഇപ്പം എൻ്റെ ഇളയതൊക്കെ എനിക്ക് തോന്നുന്നു ചില സമയത്ത് പറയുന്നത് ഞാൻ സ്ട്രെസ്ഡ് ആണ്, എനിക്കൊരു മീ ടൈം വേണം, എനിക്കൊരു സെൽഫ് കെയർ വേണമെന്നോ അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ ആലോചിച്ച് ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ ആലോചിച്ച് പിന്നീടാണ് ഇവള് കാണുന്ന കണ്ടന്റ് മനസ്സിലായപ്പോഴാണ്. അതിലൊരു സ്കൂൾ കുട്ടിയാണ് അവളുടെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ മൊത്തം ഇരുന്ന് ചെയ്യുന്നു. എന്നിട്ട് അതിൽ അവളൊരു ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു, ഏതോ ഒരു കൊറിയൻ പെണ്ണാണ്, സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾ തിരിച്ച് വന്നിട്ട് പറയും, ഇന്ന് ഞാൻ കംപ്ലീറ്റ്ലി പഠിച്ച് സ്ട്രെസ്ഡ് ആയിപ്പോയി, അപ്പോൾ ഞാൻ വൈകിട്ട് വന്നിട്ടൊരു സെൽഫ് കെയർ റുട്ടീൻ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ക്രീമും ക്യൂടെക്സ് ഒക്കെ ഇടുന്ന ഒരു ക്യൂടെക്സ് എന്ന് പറയാൻ പാടില്ല, ആരോ എന്നെ കഴിഞ്ഞ വർഷം ഒരു ഇതിൽ പറഞ്ഞു ക്യൂടെക്സ് അല്ല നെയിൽ പോളിഷ് ആണെന്ന്. അതെ, നെയിൽ പോളിഷ് ഒക്കെ ഇടുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവള് വിചാരിക്കുന്ന ഓക്കെ ഇതാണ് സംഭവം. നമുക്കാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഓക്കെ നമ്മൾ ഇപ്പം ഇരിക്കുന്ന അവസ്ഥ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഫാമിലി ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകുന്നു, പിള്ളേരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്നു, അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു, നമ്മുടെ കരിയർ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു, നമ്മൾ അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ട്, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു ലൈഫ്. നമ്മുടെ വീട്ടിൽ കള്ളുകൂടിയില്ല, അല്ല മയക്കുമരുന്ന് പിള്ളേർ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് തീരെ ദാരിദ്ര്യമില്ല, കടവില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ അത്ര സമാധാനപരമായിട്ടിരിക്കുകയാണ്. നമ്മുടെ സമാധാനം പോകുന്ന എവിടെയാണ്? നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഓഫീസിലോ നമ്മുടെ പള്ളിയിലോ നമ്മുടെ ചുറ്റുവട്ടത്തോ നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോയി. അന്നേരം നമ്മൾ ആലോചിക്കുന്നില്ല, നമ്മളെ തന്നെ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ വേറൊരാളുടെ സോഷ്യൽ ലൈഫ് കാണുമ്പോൾ അവർ ഇതോണ്ട് എല്ലാ മാസവും പുറത്തു പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ട്രാവൽ എന്ന് പറയുന്നത് ഒരു എന്താണ്, അങ്ങനെ ഒരു കൾച്ചറാണ്. നമ്മൾ സന്തോഷത്തിന് വേണ്ടി പോകുക എന്നുള്ളതിനേക്കാൾ അതേ ഒരു ഇതായിട്ട് പോകുമ്പോൾ നമ്മളത് ശരിക്കും അങ്ങനെ ആയിരിക്കും, അങ്ങനെയുള്ളതായിരിക്കും ലൈഫ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അല്ല, നമുക്ക് മുന്നിൽ വെച്ച് തരുന്ന ഓപ്ഷൻസ് ഇതാണ്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊരാൾ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്നതല്ലേ ജീവിതം എന്നൊരു കൺഫ്യൂഷൻ വരികയാണ്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ, ആ സോഷ്യൽ ലൈഫ്, അവർ പോകുന്ന സ്ഥലങ്ങൾ, അവരിടുന്ന ഡ്രസ്സ്, അവരുടെ വീട്ടിലെ സാധനങ്ങൾ, അവർ ചെയ്യുന്ന അല്ല അവരുടെ ഒരു ലൈഫ് സ്റ്റൈല്, അത് നമുക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ വീട് ക്ലീനാക്കി വെക്കുക. അല്ലെങ്കിൽ ക്ലീനാക്കുക എന്നുള്ളതിനേക്കാൾ ഈ അടുക്കി പെറുക്കി മറ്റേ ആ ഒരു എസ്തെറ്റിക്സ് ഉണ്ടല്ലോ, എൻ്റെ കൊച്ചു പറയുന്ന കണക്ക് ഒരു എസ്തെറ്റിക് ലുക്ക് വരുന്നില്ല. എത്രയൊക്കെ ചെയ്താലും മറ്റേ കടുക് പൊട്ടിക്കുമ്പോഴത്തേക്ക് എണ്ണയെല്ലാം തെറിച്ച് അത് അപ്പോൾ ക്ലീൻ ആക്കുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും നടക്കുന്ന കാര്യമൊന്നുമില്ല. ചില സമയത്ത് നമുക്കൊരു ഇൻട്രസ്റ്റോടെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ കടുക് പൊട്ടിത്തെറിക്കുമ്പോൾ അപ്പം തന്നെ നമ്മൾ തുടച്ചൊക്കെ എടുക്കുമായിരിക്കും. പക്ഷെ എപ്പോഴും നമ്മുടെ ആരോഗ്യം ഒരുപോലെ ആവണമെന്നില്ല, അപ്പം നമ്മുടെ കാര്യങ്ങളും അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ റെഡിയാക്കി ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ അടുക്കള ഒരു നോർമൽ രീതിയിലാണ് പോകുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന അടുക്കളകളെല്ലാം പിക്ചർ പെർഫെക്റ്റ് ആണ്. ഇതെങ്ങനെയാണ്? ഇവരെല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഇവർക്ക് പറ്റുന്നത്? എന്നാൽ ബിഹൈൻഡ് അവരതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് ചില്ലറയൊന്നുമല്ല, അവരതിന് വേണ്ടിയിട്ട് ഡ്രെയിൻ ആവുന്നത് ചില്ലറയൊന്നുമല്ല. പക്ഷേ ആ ഒരു ഒറ്റ കാര്യം കണ്ടിട്ട് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഒന്നും മനസ്സിലാക്കാതെ നമ്മളിരുന്ന് കമ്പയർ ചെയ്യണം. ചേട്ടാ ഇത് കണ്ട സന്തോഷം പോയാ, സമാധാനം പോയാ? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു സമാധാനവും സന്തോഷമൊക്കെ തിരിച്ചു പിടിക്കാൻ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ചേഞ്ച് നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ചാണ്. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നമ്മുടെ ചുറ്റും അതിന് മാത്രം ബഹളമാണ്. അപ്പോൾ ആ ബഹളത്തിൽ നിന്ന് നമുക്ക് ആ ഒരു ക്ലാരിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ ആവശ്യം ഇല്ല എന്നൊരു ചിന്ത വരുമല്ലോ, അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ കാമാവാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് മതി, ഇത് മതി, നമുക്ക് ഇത്രയും ഡ്രസ്സുണ്ട്, അത് മതി, നമുക്ക് നമ്മുടെ ചെരുപ്പ് പൊട്ടിപ്പോയി, ഓക്കെ നമുക്ക് അടുത്ത് കൊണ്ടുപോയി ഒന്ന് ശരിയാക്കി ഇടാവുന്നതേ ഉള്ളൂ, അതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ എന്ന ഒരു ചിന്തയുണ്ടല്ലോ, ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നമ്മൾ ഒന്നും ഇല്ലാത്തടത്തും നമ്മൾ സന്തോഷമായിട്ടിരുന്നതാണ്,
അപ്പോൾ ഇപ്പം നമുക്ക് സന്തോഷമില്ല, നമുക്ക് സമാധാനം തോന്നുന്നില്ലെങ്കിൽ അത് വേറൊരാളുടെ പ്ലേറ്റിലേക്ക് നമ്മൾ എത്തി നോക്കുന്നതുകൊണ്ടാണ്. ആ ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു സന്തോഷവും സമാധാനവും ശാന്തതയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാം. ഇത് നമ്മുടെ കുട്ടികളെയും കൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എത്രത്തോളം അത് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ കൺസ്യൂം ചെയ്യുന്നത് വളരെ ചെറിയ പ്രായത്തിലേ അവർ കൺസ്യൂം ചെയ്ത് തുടങ്ങും. നമ്മളൊക്കെ കുഞ്ഞിലെ നമുക്ക് ഇല്ലായിരുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അന്നേരം ഉണ്ടായിരുന്ന ശാന്തത നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് വന്നിട്ട് ഇപ്പോൾ ഉണ്ടായി നമ്മൾ ആ ലൂപ്പിൽ പെട്ട് പോയതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ പിള്ളേർ അങ്ങനല്ല. അവർ ജനിച്ചപ്പോഴേ ഈ ഒരു ഷോ ഓഫ് കൾച്ചറിലേക്കാണ് ജനിച്ച് വീണത്. അവരുടെ ഫ്രണ്ട്സ് ആയാലും നമ്മളാണെങ്കിലും അവരെ പഠിപ്പിച്ചേക്കുന്ന കാര്യം അത് തന്നെയാണ്. അതായത് പോരാ, ഒന്നും അങ്ങോട്ട് പോരാ, ഇത് പോരാ, ഇങ്ങനല്ല, ഇത് കുറച്ചും കൂടെ. എൻ്റെ ഇളയാൾ ചില സമയത്ത് പറയും, നമുക്ക് ഈ വീടെല്ലാം അങ്ങോട്ട് മാറ്റിച്ച് നമുക്ക് കംപ്ലീറ്റ് ഒരു എസ്തറ്റിക് വീട് അങ്ങോട്ട് വെക്കണം. സിമ്പിളല്ലേ, ലോൺ കിട്ടും. അതാണ് കൊച്ചിൻ്റെ ചിന്ത എങ്ങനെയാണ്. അപ്പോൾ ഈ കുഞ്ഞിലേ അവരങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം അവരുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി എഫേർട്ട് ഇട്ടാൽ മാത്രമേ നടക്കത്തുള്ളൂ. പക്ഷെ കംപ്ലീറ്റ്ലി മാറ്റണമെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. നമുക്ക് പക്ഷെ പറഞ്ഞു കൊടുക്കാം ഇത് ഇങ്ങനെയാണ്. പക്ഷെ അത് പണ്ട് നമ്മുടെ അപ്പനമ്മമാർ പറഞ്ഞ കണക്ക്, ഞാനൊക്കെ ഒരു പെൻസിൽ വെച്ചാണ് ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞാനൊക്കെ കിലോമീറ്റർ നടന്നിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്, അങ്ങനെയൊന്നും പറയണമെന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ആ പാരഡോക്സ് ഓഫ് ചോയ്സ് തന്നെ പറഞ്ഞ് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് അത് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടേംസും കാര്യങ്ങളൊക്കെയാണ്. അത് വെച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കാമാവാൻ പറ്റും, ഉള്ളത് നമുക്ക് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, സമാധാനമായിട്ടിരിക്കാൻ പറ്റും. ഈ സോഷ്യൽ മീഡിയയുടെയും കമ്പാരിസൻ്റെയും ചോയ്സസിൻ്റെയും ഷോ ഓഫ് കൾച്ചറിൻ്റെ ഒക്കെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മുടെ പഴയ കാലത്തേക്കൊന്ന് തിരിച്ചു പോകാം. നമ്മുടെ മക്കളെയും അതൊന്ന് പഠിപ്പിക്കാം. അതായത് എല്ലാം ഉണ്ടായിട്ടും ഇത് പോരാ എന്ന് തോന്നുന്നതിനെക്കാട്ടിലും ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് മതി എന്ന് പറയുന്നൊരു ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സമാധാനം ഉണ്ടാവും. നമ്മൾ കുറച്ചും കൂടെ തൃപ്തികരമായ ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തൃപ്തികരമായ അവസ്ഥയിലേക്ക്